ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളരി മുളകൂട്ടി ആയിട്ടാണ് കേട്ടോ. മുളക് കറി എന്ന് പറയാം, നമ്മൾ ഇവിടെ മുളകൂട്ടാന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ അവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അത്രയും ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ അതൊന്ന് പൊട്ടിക്കിട്ടുമ്പോൾ കറിവേപ്പിലയും കുറച്ചൊരു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നോർമലി അധികം വരും മീനൊക്കെ വെച്ചാണല്ലോ മുളക് കറി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെള്ളരി വെച്ചിട്ടുള്ള മുളക് കറി ഉണ്ടാക്കാത്ത കൂട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിനധികം ഉള്ളിയൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് ഉള്ളി മതി. അപ്പം ഞാൻ ഇപ്പം ചെറിയൊരു ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി മുറുകി തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂണിൻ്റെ അത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടണം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ എടുത്തിട്ട് വാടിക്കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്, എണ്ണ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളരി തോലൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. കയ്പുണ്ടെങ്കിൽ അതിലേക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുള്ളൂ. ആ ഒരു വെള്ളരിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് തക്കാളിയും അതുപോലെ കുറച്ചൊരു പുളിയും കൂടി ഇട്ട് കൊടുക്കും. നമ്മളുടെ ഈ വെള്ളരിയുടെ ഈ ഒരു കറിയിൽ വെള്ളരിയിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു പുളിപ്പ് രസം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് അധികം പുളിയൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസിൻ്റെ അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കുടംപുളിയാണ്. ചെറിയൊരു പീസ് കുടംപുളി ഞാൻ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കിട്ടാൻ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അധികം പുളിയൊന്നും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഇതിലും ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മളുടെ കറിയൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളരിയൊക്കെ ഇത് കിടന്നിട്ട് ബാക്കിയുള്ള വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരി മുളക് റെഡി ആയിട്ടുണ്ട്. സാധാ ചോറിൻ്റെ കൂടിയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.